അപ്പോൾ നമ്മുടെ അടുത്ത സെന്നിൻ്റെ വർക്ക് കൂടെ ഫുള്ളി ഫിനിഷ് ആയിട്ടുണ്ട്. ഫുള്ളി റീസ്റ്റോറേഷൻ ആയിരുന്നു. കസ്റ്റമർ സെക്കൻഡ് ഹാൻഡ് യൂസർ വണ്ടി എടുത്തു, അങ്ങനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. നേരെ വീട്ടിലേക്ക് കൂടെ കയറ്റാതെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവന്നു. ഫുള്ളി റീസ്റ്റോറേഷൻ. ഇത് നേരത്തെ വൈറ്റ് കളറായിരുന്നു വണ്ടി. വൈറ്റ് കളർ നമ്മളിപ്പോൾ ആളുടെ ഇഷ്ടപ്രകാരം ഒരു ബ്ലാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന ബ്ലാക്കാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല വെയിലത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ബ്ലൂ ഷെയ്ഡ് പോലെ ഇതിനകത്ത് ഫീൽ ചെയ്യും. ആ ഒരു ബ്ലാക്കാണ് നമ്മൾക്ക് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതും നമ്മളിപ്പോൾ എല്ലാ വണ്ടിയിലേക്കും അടിക്കുന്നത് ക്യാപ്സി ഡ്യൂപ്പോണ്ട് അങ്ങനെയുള്ള പെയിൻ്റാണ്, ക്വാളിറ്റി ഉള്ള പെയിൻറ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് നമുക്ക് നല്ലവണ്ണം അറിയുകയും ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരു മിറർ ഫിനിഷിങ് നമുക്കതിന് കിട്ടും. പിന്നെ അത് മാത്രമല്ല, ഇത് ബ്ലാക്ക് വണ്ടി ആയതുകൊണ്ട് നമ്മൾ എത്ര കഴുകി തുടച്ച് വെച്ചാലും നമുക്കൊരു പൊടിയും മണ്ണും അതിൽ എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും, കാണും. അതുപോലെ തന്നെ നമ്മളിന്ന് വാഷ് ചെയ്ത് വാക്സ് ഇട്ടിട്ടില്ല. പോളിഷ് 3 കോട്ട് പോളിഷ് കാര്യങ്ങൾ കട്ടിങ് പോളിഷ് എല്ലാം കഴിഞ്ഞാണ്. ഇനിയിപ്പോൾ വാക്സിൻ്റെ പരിപാടി ഉണ്ട്. അത് കസ്റ്റമർക്ക് വണ്ടി ഡെലിവറി ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വാക്സ് ചെയ്യുള്ളൂ. അത് എല്ലാ വണ്ടിയിലും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. വണ്ടി ഡെലിവറി ചെയ്യുമ്പോൾ വാക്സ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ഒരു ഷൈനിങ്ങും ആ ഒരു ഇത് നിൽക്കുള്ളൂ. നമ്മളിപ്പോൾ തന്നെ വാക്സ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വെയിലത്തോ മഴയത്തോ കടന്നു കഴിഞ്ഞാൽ വീണ്ടും അത് ഫുള്ളായിട്ട് ഡൗൺ ആവും. പിന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ എത്രത്തോളം പാച്ച് ഉണ്ടോ അത് കംപ്ലീറ്റും പാച്ച് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ കംപ്ലീറ്റും പ്ലാറ്റ്ഫോം കംപ്ലീറ്റ് പോയതായിരുന്നു ഇതിനകത്ത്. സെന്നിൽ പൊതുവെ പ്ലാറ്റ്ഫോം കംപ്ലീറ്റും കംപ്ലൈൻ്റ് ആണ് എല്ലാ വണ്ടിക്കും, ഏകദേശം എല്ലാ വണ്ടിക്കും. അതുപോലെ തന്നെ ഇതിലും നല്ലൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ആ പ്ലാറ്റ്ഫോം വർക്ക് നമ്മൾ ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോഡിയിലും ഒരുപാട് ഷേപ്പ് ഔട്ടായിരുന്നു. നേരത്തെ വീഡിയോ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ മാച്ചിങ് എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ ബോഡിയിലും ഇതിൽ കംപ്ലീറ്റ് പാച്ച് ഉണ്ടായിരുന്നു. അതും കംപ്ലീറ്റ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലൈറ്റ്സ് കാര്യങ്ങൾ കംപ്ലീറ്റ് ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഹെഡ്ലൈറ്റ് ആയാലും കോർണർ ലൈറ്റ് ആയാലും ഇൻഡിക്കേറ്റർ ആയാലും പിന്നെ സൈഡ് ഇൻഡിക്കേറ്റർ ആയാലും കംപ്ലീറ്റ് ലൈറ്റുകൾ നമ്മൾ ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. A to Z നമ്മൾ ഇതിനകത്ത് പിരിച്ചിട്ടാണ് നമ്മൾ പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഡോറ് വേറെ എല്ലാം വേറെ തനി ആക്കിയിട്ടാണ് കംപ്ലീറ്റും നമ്മൾ ഇതിനകത്ത് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ടയറും അലോയൊക്കെ നേരത്തെ തന്നെ വണ്ടി വരുമ്പോൾ തന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ തന്നെ അവർക്കുണ്ടായിരുന്നു. പക്ഷേ അലോയി നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബ്ലാക്ക് കളറിലാണ് ഉണ്ടായിരുന്നത്. നമ്മളത് ഒരു കസ്റ്റമറുടെ റിക്വസ്റ്റ് പ്രകാരം ഒരു റോസ് ഗോൾഡിൻ്റെ ഒരു ഫിനിഷിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ഗോൾഡ് കളറായിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തിരുന്നത്. പക്ഷേ കസ്റ്റമർ ഇത് തന്നെയാണ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു റോസ് ഗോൾഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാലിപ്പറും നമ്മളത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് മാച്ച് ആകുന്നത് പോലെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും മാച്ചിങ് തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടെ ഗോൾഡ് കളറാകുമ്പോൾ ഒന്നുകൂടെ എടുപ്പായിരിക്കും. ബ്ലാക്കിന് ഗോൾഡ് ആകുമ്പോൾ കുറച്ചുകൂടെ നന്നായിരിക്കും. പക്ഷേ കസ്റ്റമർ ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ബോഡിയുടെ കളറിൻ്റെ ഫിനിഷിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിറർ ഫിനിഷിങ്ങിൽ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്ലാസ്സിൽ നോക്കുന്നതും ഈ പെയിൻറ്റിലും നോക്കുന്നതും ഏകദേശം നമുക്ക് സെയിം വ്യൂ തന്നെ കിട്ടും. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം നമുക്ക് കറക്റ്റ് ഫോക്കസിങ് നമുക്ക് ക്ലിയർ ആയിട്ട് എന്താ വെച്ചാൽ ഒരു മിററിൽ നോക്കുന്നത് പോലെ ഒരു ഫിനിഷിങ് കിട്ടും. അത് നമ്മൾ അത്രയും പെയിൻറ്റിൻ്റെ ആയാലും ശരി, ഇനിയിപ്പോൾ അടിക്കുന്ന ക്ലിയറിൻ്റെയും ക്വാളിറ്റി കൊണ്ടാണ് നമുക്ക് അത്രയും ഒരു ഫിനിഷിങ്ങിലേക്ക് വരുന്നത്. കറക്റ്റ് ഒരു മിററിൻ്റെ ഒരു ഫീലിംഗ് തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടും. പൊതുവെ ബ്ലാക്ക് കൂടെ ആകുമ്പോൾ അത് കുറച്ചുകൂടെ എടുത്ത് കാണിക്കും. മറ്റുള്ള കളറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഒരു ബ്രൈറ്റ്നെസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മിറർ ഫിനിഷിങ് നമുക്ക് കിട്ടില്ല. ബ്ലാക്ക് ആകുമ്പോൾ ഒന്നുകൂടെ നമുക്ക് ക്ലാരിറ്റിയോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു ഫിനിഷിങ്ങിലേക്ക് കാണാനും കറക്റ്റായിട്ട് കിട്ടും. എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ആകെ അലമ്പാവും. പിന്നെ അതുപോലെ ചെറിയൊരു തുണിയിട്ട് തുടച്ചാൽ പോലും പെട്ടെന്ന് സ്ക്രാച്ചസ് എടുത്ത് അറിയാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ ആൻറ്റി സ്ക്രാച്ചാണ് അടിച്ചതുകൊണ്ട്, ക്ലിയർ അടിച്ചതുകൊണ്ട് വലുതായിട്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോളിഷ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്കാ ഫിനിഷിംഗ് ആവും. പിന്നെ നമ്മളിതിൽ കൂളിംഗ് ഫിലിം ഒട്ടിയിട്ടുണ്ട്. അത് RTO പെർമിഷനുള്ള ആ ഒരു ലെവലിൽ തന്നെയാണ് കൂളിംഗ് ഫിലിം ഒട്ടിയിരിക്കുന്നത്. അതുപോലെ ഒരു സൺവൈസർ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ബാക്കിലെ ടൈലൈറ്റ് നമ്മൾ രണ്ടും മാറിയിട്ടുണ്ട്, പുതിയ തന്നെ വെച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞാൽ ഫെയ്ഡായിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ക്വാളിറ്റിയിൽ പെയിൻ്റ് അടിച്ചിട്ട് നമുക്ക് ആ ഒരു ഇത് വെക്കുമ്പോൾ അത് വേറൊരു ഭംഗിക്കുറവാണ്. അപ്പോൾ 2 ടൈലൈറ്റ് നമ്മൾ ഇതിനകത്ത് മാറിയിട്ടുണ്ട്. പിന്നെ മഫ്ലറൊക്കെ നേരത്തെ വണ്ടിയിലുണ്ടായിരുന്നു തന്നെ അതിനെ ഒന്ന് ബഫ് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നുള്ളതെന്ന് വെച്ചാൽ ഒരു റിവേഴ്സ് ക്യാമറ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. വെച്ചാൽ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് ഉള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുള്ള ക്യാമറ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കസ്റ്റമർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഇതും ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയറിലാണെങ്കിൽ സബിൻ്റെ ലൈൻ വലിച്ചിട്ടുള്ളൂ. പക്ഷേങ്കിൽ നമ്മൾ സബ് കൊടുത്തില്ല. സബ് എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറുടെ കയ്യിലുണ്ട്, വീട്ടിലുണ്ട്. അപ്പോൾ ആളവിടെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാന്നുള്ള രീതിക്ക് വന്നപ്പോൾ നമ്മൾ അതിനുള്ള ലൈൻ കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി സബിൻ്റെ വയറിങ് മാത്രം ഇതിനകത്ത് കൊടുത്താൽ മതി.
അപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി ഒരു ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റും എ ടു സെറ്റ്. എന്താ വെച്ചാൽ ഫുള്ള് വണ്ടിയുടെ ബോഡി ആണെങ്കിൽ ശരി, എക്സ്റ്റീരിയർ ആണെങ്കിൽ ശരി, ഇൻറ്റീരിയർ ആണെങ്കിൽ ശരി, ഫുള്ള് നമ്മൾ ബ്ലാക്ക് ഷൈനിങ് ആണ് ഫുള്ളും കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡോർ പാഡ് ആണെന്നുണ്ടെങ്കിലും നേരത്തെ ഡോർ പാഡ് എന്ന് പറഞ്ഞാൽ ഈ സ്പോഞ്ചൊക്കെ പൊട്ടി അങ്ങനെ ഒരു ഇതിലായിരുന്നു. അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് ഒരു ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്മളൊരു 6 ഇഞ്ചിൻ്റെ സ്പീക്കർ, നോർമൽ സ്പീക്കറാണ്, ഹെവി അല്ല, നോർമൽ സ്പീക്കർ തന്നെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്ലോർ മാറ്റും നമ്മൾ വിനൽ മാറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, അതും ബ്ലാക്കിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റ് കവർ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. സൈഡ് നല്ല സപ്പോർട്ട് വരുന്നത് പോലെ ഒരു കുറച്ച് ഇരിക്കാനൊരു സൂം വരുന്നത് പോലെയാണ് നമ്മൾ ഇതിനകത്ത് സീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതേ ഒരു മോഡൽ തന്നെയാണ് നമ്മൾ ബാക്കിലേക്കും കൊണ്ടുവന്നിരിക്കുന്നത്. ഡാഷ്ബോർഡ് നമ്മൾ അതേ ഒരു ബ്ലാക്ക് ഫിനിഷിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സ്റ്റിയറിങ്ങും നമ്മൾ മാറ്റിയിട്ടില്ല, അതേ സ്റ്റിയറിങ്ങിൽ തന്നെ ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 98 മോഡലാണ്. ആ പഴയൊരു മോഡലിൻ്റെ ഒരു ഡാഷ്ബോർഡ് ആയാലും സ്റ്റിയറിംഗ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു പഴക്കമുണ്ട്. എങ്കിലും നമ്മൾ അതിലേക്ക് നമ്മൾ മറ്റേ ഡാഷ്ബോർഡ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മൾ പെയിൻ്റ് അടിച്ച് അതിൽ മാറ്റ് ക്ലിയർ അടിച്ചിട്ടാണ് വിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ മാറ്റ് ക്ലിയർ അടിക്കാതിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളിങ്ങനെ ചുരണ്ടിയാൽ തന്നെ പെയിൻറ്റ് അതിന് അടർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ പ്ലാസ്റ്റിക് പീസൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ച് പിന്നെ ബ്ലാക്ക് അടിച്ച് പിന്നെ അതിൻ്റെ മേലെ മറ്റേ മാറ്റ് ക്ലിയറും കൂടെ അടിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരു ഷൈനിങ്ങും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കംപ്ലൈൻറ്റ് വരാത്തൊരു ലെവലിൽ നിൽക്കുള്ളൂ. പിന്നെ നമ്മൾ ഇതിനകത്ത് പവർ സ്റ്റിയറിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നോർമലായിരുന്നു, കാർബറേറ്റർ വണ്ടിയാണ്. ഇതിൽ പവർ സ്റ്റിയറിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. പവർ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ, അത് ഒരു വിരൽ കൊണ്ട് തന്നെ നമുക്ക് തിരിക്കാനുള്ളൊരു ഇതാണ് കണ്ടോ, അത്രയും ഫ്രീ ആണ് പവർ സ്റ്റിയറിംഗ്. നമ്മളിതിനകത്ത് ആഡ് ചെയ്തതാണ്. നമ്മൾ പവർ സ്റ്റിയറിംഗ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റർ നമ്മൾ മാറ്റേണ്ടതായിരിക്കും. മീറ്റർ MPFI വരുന്ന ഇതിൻ്റെ മീറ്റർ വെച്ചാലേ നമുക്ക് ആ സ്പീഡ് കൺട്രോൾ വർക്കാവുള്ളൂ. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര സ്പീഡിൽ പോയാലും പവർ സ്റ്റിയറിംഗ് വർക്കായിരിക്കും. ആ സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് പവർ സ്റ്റിയറിംഗ് കട്ട് ഓഫ് ആവണം, എന്നാൽ മാത്രമേ നമുക്കത് വണ്ടിയിലേക്കൊരു സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ എന്താ പറയുക ആ സ്പീഡിൽ തന്നെ ഇത്രയും പവറിൽ വർക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പാളി പോകുന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. നമ്മൾ ഇതിൻ്റെ റൂഫ് ടോപ്പ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് തന്നെയാണ്. ബ്ലാക്കിലൊരു റെഡ് സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ നമ്മൾ 2004, 2003 മോഡലൊക്കെ നമുക്ക് ഇനോവയ്ക്കൊക്കെ വരുന്നത് പോലെ ഉള്ള റൂഫ് ടോപ്പാണ് ഇരിക്കുക. ഇത് നമ്മൾ പഴയ ഒമിനിക്കൊക്കെ വരുന്ന പോലുള്ള റെക്സനാണ് ഇതിനകത്ത് നേരത്തെ വരുന്നത്. 2004, 2003 ആ മോഡലിനാണ് നമുക്ക് ആ ഒരു എന്താ പറയുക ഇനോവയുടെയൊക്കെ വരുന്നത് പോലെ ടൈപ്പ് വരുന്നത്. അപ്പോൾ ഞാൻ അതിൽ തന്നെ കീപ്പ് ചെയ്തിട്ട് ബ്ലാക്ക് റെക്സിന് ഒട്ടിയിട്ട് അതിൽ റെഡ് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ രണ്ട് സൈഡും ബീഡിങ് വരും. ആ ബീഡിങ് വൈറ്റ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. അത് നമ്മൾ ബ്ലാക്കിൽ കൊണ്ടുവന്നിട്ട് ബ്ലാക്കിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റീരിയർ കംപ്ലീറ്റും നമുക്ക് ബ്ലാക്ക് ടൂണിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അമോൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഹെവി അല്ല എങ്കിലും നമുക്ക് ചെറിയൊരു വണ്ടിക്കൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. റിവേഴ്സ് ക്യാമറയും അത്യാവശ്യം ക്ലാരിറ്റിയോട് കൂടി തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. കറക്റ്റായിട്ട് നല്ല വ്യൂ കിട്ടുന്നത് പോലെ, എന്ന് വെച്ചാൽ വൈഡ് ആംഗിൾ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഹെവി ഹെഡ് യൂണിറ്റ് ഇപ്പോൾ നമുക്ക് ഇതിന് വെക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെവി ആയിട്ട് ബ്ലോക്ക് പങ്ക് സോണി അങ്ങനെയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള സ്പീക്കർ സിസ്റ്റം ആംബ് കാര്യങ്ങളെല്ലാം നമ്മൾക്ക് വേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഹെഡ് യൂണിറ്റ് ഇത്രയും ക്വാളിറ്റിയുള്ള വെച്ചിട്ട് കാര്യമില്ല. അല്ലാത്ത പക്ഷേ നമുക്ക് ഇതൊരു നോർമൽ ക്വാളിറ്റി ഉള്ള ആൻഡ്രോയിഡ് സിസ്റ്റമാണ്. ഹാങ്ങിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ പിക്ചർ ക്വാളിറ്റി നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പിക്ചർ ക്വാളിറ്റിയും ഇതിനകത്ത് നമുക്ക് കിട്ടും. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ബ്രൈറ്റ്നെസ് ആണെങ്കിലും ശരി എന്താണെങ്കിലും ശരി അത് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.